മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞു 75 വയസ്സായാൽ നമ്മൾ വഴിമാറി കൊടുക്കണം അടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ തോന്നിയ ഒരു കാര്യം, നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചാണ് അത് പറഞ്ഞത് എന്ന്. അപ്പം ഈ പറയുന്ന മുൻപേ മോദിയും മോഹൻ ഭാഗവതും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ ചർച്ചകൾ പോകുന്നത്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ മോഹൻജി ഭാഗവത് അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ഈ മാധ്യമരംഗത്ത് ഒരുപാട് പേർക്ക് ഈ മാനസിക രോഗമുള്ളവരുണ്ട്. മാനസിക രോഗമാണത്. അതെ. അത് എന്ത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ചോര തന്നെ കൗതുകമായിട്ടുള്ള ഇതിന്റെ കഥ പറയാറുണ്ട്. ക്ഷീരമുള്ളവർ അകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞ കാര്യമാണ്. എന്ത് കണ്ടാലും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കും. ഒരിക്കൽ തന്നെ പറഞ്ഞിരുന്നത് സ്ത്രീകൾക്കെതിരായിട്ട് മോഹൻ ഭാഗവതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിപ്പോൾ മറ്റേ ഹിന്ദി ഇംഗ്ലീഷും തിരിച്ചറിയാൻ പാടില്ല ചില പത്രപ്രവർത്തകരാ. അത് ഇപ്പോഴത്തെ എനിക്ക് പല പത്രപ്രവർത്തകർ എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് മാധ്യമ മുതലാളിമാരുടെ ഏജന്റുമാരാണ്. അതിന് വലിയ ഇവരുടെ വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഇവർ കൊടുക്കുന്നവർക്ക് കൃത്യമായിട്ട് വിവർത്തനം നിശ്ചയമില്ല. ഇപ്പം ഇതിനകത്ത് തന്നെ പറഞ്ഞ മുഖ്യമായിട്ടുള്ള വിഷയം എന്തായിരുന്നു? മോഹൻ ഭാഗവത് പ്രധാനമായിട്ട് പറഞ്ഞത് ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടാണ്. നമ്മുടെ RSSന്റെ അഖില ഭാരതീയ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സമയത്ത് 75 വയസ്സ് മോറോപാന്ത് പിംഗ്ലയാണ് ഏകാത്മ യാത്രയുടെയൊക്കെ പ്രധാനമായിട്ട് ചുക്കാൻ പിടിച്ച അദ്ദേഹമാണ്. ഒരു മഹാപണ്ഡിതനാണ് മോറോപാന്ത് പിംഗ്ലെ. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് 75 വയസ്സ് കഴിഞ്ഞ സമയത്ത് നിങ്ങളെ ആദരിക്കുന്നൊരു ചടങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ബോധ്യപ്പെടണം ഇത് നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള സിഗ്നലാണ്. ഇത് ഒരു വസ്തുതയാണത്. നിങ്ങൾ ഇവിടെ ഈ ആളുകൾ 80 വയസ്സും 85 വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്തും മന്ത്രിപ്പണി വേണം അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനം വേണം എന്നുള്ളൊരു മോഹമില്ലേ? അത് കോൺഗ്രസിൽ വിഷയമല്ല. കാരണം കോൺഗ്രസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരന് ഏത് പോസ്റ്റുകളിൽ എത്താൻ പറ്റും. ഒരിക്കലും കോൺഗ്രസ്സുകാരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ ജന്മത്തിൽ സാധ്യമല്ല. അതിനുവേണ്ടി അവൻ ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൽ, നെഹ്റു കുടുംബത്തിൽ പിറക്കണം. അല്ലാത്തൊരൊറ്റ ഇന്ത്യക്കാരനും ഒരു കോൺഗ്രസിൻ്റെ പേരിലവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ സാധ്യമല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി എന്നുള്ളത് അതിനിപ്പോൾ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ നല്ല എക്സാമ്പിളാണ്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് മല്ലികാർജ്ജുൻ ഖാർഗെ പോലും അവകാശപ്പെടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം കൃത്യമായിട്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നോമിനി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം പറയുന്നതൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ വിശകലനം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല മല്ലികാർജ്ജുൻ ഖാർഗെ. മറിച്ച് ഇങ്ങനെയല്ല. RSSലും BJPയിലും ഒക്കെ RSSന്റെ നേതൃത്വം കൃത്യമായിട്ട് 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RSSൽ കൃത്യമായിട്ട് 2ാം നിരയും 3ാം നിരയും 4ാം നിരയും അതിന് നേതൃത്വമുണ്ട്. അത് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത. 1975 സമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എല്ലാ ജനാധിപത്യാവകാശങ്ങളും തകർത്ത് കളഞ്ഞു. ആ സമയത്ത് കേരളത്തിൽ EMS പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല, അവർ സമരം നടത്തിയില്ല. മറിച്ച് RSS പറഞ്ഞത് ഈ കേരളത്തിൽ പോലും RSSന്റെ താരതമ്യേന സ്വാധീനം കുറഞ്ഞിട്ടുള്ള കേരളത്തിൽ പോലും 21 മാസക്കാലത്തിനിടയ്ക്ക് 7500 പേരാണ് സത്യാഗ്രഹം നടത്തിയത്. 7500 പേര്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം നടത്തിയത് ഒരു AK ഗോപാലൻ മാത്രമാണ് സമരം നടത്തിയത്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സമരം നടത്തിയിട്ടൊന്നും അല്ല ജയിലിൽ പോയത്. മറ്റു ചില SI തല്ലാൻ പോയതിൻ്റെ പേരില്ല. അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMS പറഞ്ഞത് സത്യമാണ്, നുണയായിരുന്നില്ല. കാരണം യുവാക്കളെ കിട്ടാനില്ല ആ പാർട്ടിക്ക്. ആ പാർട്ടിയിൽ ചെറുപ്പക്കാരില്ല. ഇന്ന് ബംഗാളിലെ അവസ്ഥ അതാണ്, ത്രിപുരയിലെ അവസ്ഥ അതാണ്, കേരളത്തിലെ അവസ്ഥ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യുവാക്കന്മാരില്ല, കോൺഗ്രസിലും ചെറുപ്പക്കാരില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും കോൺഗ്രസിൽ ഇപ്പൊ ചെറുപ്പക്കാർ കുറെ ആളുകൾ ഈ കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ പുറത്ത് വന്നിരിക്കുന്ന ആളുകളാണ്. ഒരു സമയത്ത് കോൺഗ്രസിൽ ചെറുപ്പക്കാരെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിമോചന സമരം കേരളത്തിൽ നടത്തിയത്. ആ വിമോചന സമരത്തിൽ കൂടി വന്നിരിക്കുന്ന ചെറുപ്പക്കാരാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന AK ആന്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും AK ആന്റണി ആണെങ്കിലും മറ്റേ വയലാറിവി അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർ വന്ന ആ ഒരു ഏറ്റവും മോശപ്പെട്ട വിമോചന സമരത്തിന്റെ അവിഹിത സന്തതികളാണ് അവരൊക്കെ. പിൽക്കാലത്തൊന്നും ഇവരങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ തന്നെ കൃത്യമായി ജാതി മത കൂട്ടായ്മയുടെ സന്തതികളാണ് മിക്കവാറും ലീഗിന്റെ അല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പലരും ഉള്ളത്. അപ്പൊ ഇങ്ങനെയല്ല RSSന്റെ അവസ്ഥ. RSSനെ സംബന്ധിച്ച് യുവാക്കളെ സംഘടിപ്പിക്കുന്ന കൃത്യമായ സംവിധാനം RSSനുണ്ട്. RSSന്റെ ശാഖകൾ യുവാക്കന്മാരാണ് കൂടുതൽ. ഇപ്പൊ RSSന്റെ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടല്ലോ. അതിനകത്ത് വിജയദശമിക്ക് റൂട്ട് മാർച്ചിന് പങ്കെടുക്കുന്ന ഒരു പ്രായം 45 വയസ്സ് താഴെയുള്ളവർക്ക് പങ്കെടുക്കാൻ പാടുള്ളൂ. ഇത് ഒന്ന് ഇവിടെ കോൺഗ്രസ്സുകാരൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ?
അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ? അവരിന്ന് ഇംപ്ലിമെന്റ് ചെയ്തോട്ടെ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ഇത്ര പ്രായത്തിൽ ചെറുള്ള ആളുകൾ പ്രസ്ഥാനത്തിന്റെ ഇന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് പിന്നെ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുക? ഇതങ്ങനെയല്ല ആർ എസ് എസിന്റെ അവസ്ഥ. ആർ എസ് എസിന് 10,000-കണക്കിന് ആളുകൾ യുവാക്കന്മാരുണ്ട്. യുവാക്കന്മാരെ ആർ എസ് എസിന്റെ ആശയത്തോടുള്ള പ്രതിബദ്ധതയുള്ള ഒരു വലിയൊരു നീണ്ട നിര അവർ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഇവർ പറയുന്നത് ഇത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ആക്ഷേപമാണ്. ഇതൊക്കെ കേൾക്കാൻ വളരെ രസമാണ്. ചില ഇക്കിളിക്കുട്ടിനെയൊക്കെ കൂട്ടുന്ന ചില പത്രപ്രവർത്തകന്മാരെ അവർക്കൊക്കെ ഇത് രസമുണ്ടാവും. അവർക്ക് വേണമെങ്കിൽ സന്ധ്യയ്ക്ക് ഇരുന്നിട്ട് വേണമെങ്കിൽ ഹാഹായ് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി 75 വയസ്സിലാണ്. സാധാരണ BJP അടക്കം അങ്ങനത്തെ ഒരു നയമുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ വിഷയവും മോഹൻജി ഭാഗവതിന്റെ വിഷയവും അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ ബൗദ്ധികം തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം വേണമെങ്കിൽ BJP റിട്ടയർ ചെയ്യാം, 75 വയസ്സിൽ റിട്ടയർ ചെയ്യാം. അങ്ങനെ 80-84 വയസ്സിലും കണ്ടാണ് റിട്ടയർ ചെയ്തത്. എൻ്റെ ഓർമ്മയുള്ളത് ഇദ്ദേഹം റിട്ടയർ ചെയ്തത്, LK അദ്വാനി റിട്ടയർ ചെയ്തത് ഏകദേശം അതേ പ്രായത്തിലാണ് മുരളി മനോഹർ ജോഷി റിട്ടയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് ധാരാളം ആളുകൾ, നാനാജി ദേശ്മുഖ് അടക്കമുള്ള നിരവധി ആളുകൾ 75 വയസ്സ് കാലത്തിന് മുമ്പായിട്ട് തന്നെ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു പാരമ്പര്യം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. RSSനെ സംബന്ധിച്ച് ഇത് വ്യാപകമാണ്. അതുകൊണ്ടാണ് ബാലസാഹിബ് ദേവറസ് എന്ന് പറയുന്ന ദീർഘകാലത്തെ 1973 തുടങ്ങിയിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് 2 പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചുമതലയിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി അടുത്ത തലമുറ അടുത്ത ആളുകൾ വരട്ടെ. അങ്ങനെയാണ് പ്രൊഫസർ രാജേന്ദ്ര സിംഗ് RSSന്റെ സർസംഘാലകനാവുന്ന. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെയാണ് അദ്ദേഹം മാറിക്കൊടുത്തിട്ടാണ് KC സുദർശൻജി സംഘത്തിന്റെ സർസംഘാലകമായിട്ട് വരുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് മോഹൻ ഭാഗവത് സംഘത്തിന്റെ സർസംഘാലകാവുന്നത്. അങ്ങനെ സംഘത്തിന്റെ പാരമ്പര്യമുണ്ട്. കാരണം ചെറുപ്പക്കാരായിരിക്കുന്ന പ്രായം കുറഞ്ഞ ആളുകളെ ആരോഗ്യമുള്ള ആൾക്ക് RSSന്റെ സർസംഘചാലകന്റെ സവിശേഷത 2 തരത്തിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സംഘടനാ നേതാവ് എന്ന് പറഞ്ഞാൽ RSSന്റെ സർസംഘാലകനാണ്. അദ്ദേഹം ഒരു സംസ്ഥാനത്തില് 2 പ്രാവശ്യമാണ് ഒരു വർഷത്തിൽ വരിക. ഇവിടെ ഏത് കോൺഗ്രസ് നേതാവ് വരുന്നുണ്ട്? എങ്ങനെ 2 പ്രാവശ്യം വരുന്നുണ്ടോ? രാഹുൽ ഗാന്ധി വരുന്നുണ്ടോ? സ്വന്തം മണ്ഡലമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വയനാട്, എന്നിട്ട് വരുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ടോ? സോണിയാഗാന്ധി വരുന്നുണ്ടോ? മറിച്ച് RSSന്റെ നേതൃത്വം, RSSന്റെ സ്വഭാവം വെച്ചിട്ട് നേതാക്കന്മാർ 2 പ്രാവശ്യമാണ് ഒരു സ്ഥലത്ത് വരിക. ഒരു പരിപാടി നടക്കുന്നത് പൂർണ്ണമായിട്ട് പ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ടാണ്, മറ്റൊരു പരിപാടി പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ തരത്തിൽ കൃത്യമായ ആശയ അഭിലാഷങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിശ്ചിതമായിട്ടുള്ള പരിപാടികളാണ് RSSനെ കുറിച്ചുള്ളത്, RSSനുള്ളത്. അതുകൊണ്ട് അതിന് നേതൃത്വത്തിന് തീരുമാനിക്കാൻ സാധിക്കും. ആരൊക്കെ ഏതെല്ലാം സമയത്ത് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള കഴിവും പ്രാപ്തിയും ശേഷിയും കാര്യശേഷിയൊക്കെ അവരെ സംബന്ധിച്ചുകൊണ്ട് അവർ തീരുമാനിക്കും. അവർ പറയുന്ന കേൾക്കുന്ന സമയത്ത് ചില വയോവൃദ്ധന്മാരായിരിക്കുന്ന ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമ മുതലാളിമാരൊക്കെ ഉണ്ടല്ലോ, ചില ആളുകളൊക്കെ ഉണ്ട്. മാധ്യമത്തിൻ്റെ ഇന്നിപ്പോൾ പഴയ കാലത്ത് പത്രപ്രവർത്തനാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് പത്രപ്രവർത്തനം യാതൊരു റോളും ഇല്ല, മുഴുവൻ മുതലാളിമാർ തീരുമാനിക്കുകയാണ്. മുതലാളി കാലത്ത് വിളിച്ചിട്ട് ഈ പറയുന്ന പത്രത്തിന്റെ റിപ്പോർട്ടർ വിളിച്ചിട്ട്, ചാനലിന്റെ റിപ്പോർട്ടർ വിളിച്ചിട്ട് പറയാണ്, നീ അവിടെ പോയിട്ട് ആ മരം മുറിക്കുന്നത് ശരിയാണെന്ന് പറയാൻ പറഞ്ഞാൽ ആ മരം മുറി ശരിയാണെന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള പത്ര റിപ്പോർട്ടർമാരാണ് ഇവിടെ ഗോഗോയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്ക് പരിഭാഷ പഠിക്കണമെങ്കിൽ ഇവർ ഭാഷ പഠിക്കണം, അല്ലെങ്കിൽ ഇവർ നുണപ്രചരണം നടത്തും. നരേന്ദ്രമോദി 15 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് മുഴുവൻ ചെയ്യും. ഇവരെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ് സ്ത്രീകളെ മുഴുവൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ പറയുന്ന സംഗതികൾ, ഇവരുടെ എല്ലാം പ്രസംഗങ്ങൾ പൂർണ്ണമായിട്ട് പൊതുസമൂഹത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ആ ചർച്ച ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ഏറിയ പേരുടെ പങ്കും മാധ്യമ പ്രവർത്തനമല്ല, ഇവരുടെയൊക്കെ ചില പിന്നാമ്പുറം കഥകൾ, ഇവർ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണ്. ആ കളികളിൽ ഇവർക്ക് ഭാഷയുടെ പരിജ്ഞാനം കൂടി ഇല്ലാതെ വരുന്ന സമയത്ത് ഈ തരത്തിൽ എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യമില്ല എന്നാണ് എൻ്റെ നിഗമനത്തെ സംബന്ധിച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.